നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടെൻഷനും ഒക്കെ വളരെ കുറയുന്നുണ്ട്. ഇത് ടെൻഷനും അതേപോലെ സ്ട്രെസ്സും ഒക്കെ അകറ്റാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. ഇത് പ്രായമുള്ളവർക്ക് മാത്രമല്ല, എല്ലാവർക്കും കഴിക്കാനായിട്ട് ഉത്തമമായിട്ടുള്ള ഒന്നാണ്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യുജിൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓർമ്മക്കുറവ് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഓർമ്മക്കുറവിന്റെ കാരണം തന്നെ നമുക്ക് അമിതമായിട്ടുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ട്. അതായത് ജോലി മേഖലയിലാണെങ്കിലും ഒരുപാട് പേര് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ മാനസിക സമ്മർദ്ദം സ്ട്രെസ്സും ഒക്കെ നമ്മൾ അകറ്റേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോങ് ടൈം ഇതുപോലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലാണ് കടന്നു പോകുന്നതെങ്കിൽ നമുക്ക് ഓർമ്മക്കുറവ് വരാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലാണ്. ഞാൻ എക്സ്പീരിയൻസിൽ നിന്നാണ്, ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലെ അമ്മയാവട്ടെ, അച്ഛനാവട്ടെ, അല്ലെങ്കിൽ സഹോദരങ്ങളാവട്ടെ, അതുപോലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന അവസ്ഥകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറാനായിട്ട് അതിനെ നമ്മൾ എങ്ങനെയായാലും അതൊന്ന് ഒരു മാറ്റം വരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഭാവിയിൽ ഉണ്ടാവും. കാരണം ഒരു വ്യക്തി എന്നോട് പങ്കുവെച്ച ഒരു അനുഭവം തന്നെയാണ്. അവർക്ക് ഇതുപോലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അനുഭവങ്ങളുള്ള സമയത്ത് അവര് കൂടുതലായിട്ട് ഓർമ്മക്കുറവ് അനുഭവപ്പെട്ടിരുന്നു എന്നവർ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം. എങ്കിലും നിങ്ങൾ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ഇതുപോലെ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ശാന്ത സുന്ദരമായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ ബ്രെയിനിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ബ്രെയിൻ ഏറ്റവും സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക. ഇതൊക്കെയാണ് ബ്രെയിന് ഏറ്റവും നൽകാൻ പറ്റുന്ന ഒരു നല്ലൊരു വ്യായാമം എന്ന് പറയുന്നത്. നമ്മളെ ഇപ്പോൾ ഏറ്റവും റിലാക്സ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഗാർഡനിങ്. അപ്പോൾ പ്രായമുള്ളവരാവട്ടെ, ഒരു മിഡിൽ ഏജ് ഉള്ളവരാവട്ടെ, നമുക്ക് കുറച്ച് സമയം, നമുക്ക് എത്ര സ്ട്രെസ്സുള്ള ജീവിതത്തിലാണെങ്കിലും കുറച്ച് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ചെടികളെ ഒന്ന് പരിപാലിക്കുക, അല്ലെങ്കിൽ ചെറിയൊരു പച്ചക്കറിത്തോട്ടമോ പൂച്ചെടികളോ ഒക്കെ വെച്ച് പിടിപ്പിച്ച് അതൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ കുറേ സമാധാനം കിട്ടും. നമുക്ക് വലിയൊരു പ്രശ്നം നമ്മുടെ ഉള്ളിൽ വരാനിരിക്കുന്നതിനെ കുറേയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇതുപോലെയുള്ള ഒരു ജീവിത ശൈലി സഹായിക്കും. നമ്മൾ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ധാരാളം കഴിക്കുക. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയത് കൂടുതലായിട്ട് കഴിക്കാതെ പഴങ്ങളും പച്ചക്കറികളും അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക. തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ കുറെ കൂടി കാര്യക്ഷമമായിട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കൊഴുപ്പടങ്ങിയിട്ടുള്ള മത്തി പോലുള്ള മീനുകൾ. ഒമേഗ-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മീനുകൾ നമ്മൾ കഴിക്കുക. അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ബ്രെയിൻ സെല്ലുകളൊക്കെ ഡെഡായി പോകുന്നത് തടയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം മികച്ചതാകാനായിട്ട് സഹായിക്കുന്ന മറ്റൊരു സൂപ്പർ ഫുഡ് തന്നെയാണ് മുട്ട. അപ്പോൾ പതിവായിട്ട് മുട്ട കഴിക്കുന്നത് നമ്മുടെ ബ്രെയിനിന്റെ പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ട്, ഓർമ്മയും ബുദ്ധിയും ശ്രദ്ധയും ഒക്കെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ്. ഓർമ്മയും കോൺസെൻട്രേഷനും സ്ട്രെസ്സും ഒക്കെ നിയന്ത്രിക്കുന്ന ബ്രെയിനിന്റെ ഭാഗങ്ങളെ ആരോഗ്യമുള്ളതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ. അപ്പോൾ കുറച്ച് സമയം പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ നമ്മൾ ധ്യാനത്തിലോ ഒക്കെ ഇരിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇന്ന് അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ടോണിക് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ്. ഇത് ഞാൻ അമ്മയ്ക്ക് റെഗുലറായിട്ട് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. പ്രായമുള്ളവർക്ക് അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ മൂലം ഉറക്കം നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. നല്ല ഉറക്കം കിട്ടിയാൽ തന്നെ നല്ല ആരോഗ്യം നേടാനായിട്ട് കഴിയുമെന്നാണ്. അപ്പോൾ നല്ല ഉറക്കം കിട്ടാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ബ്രെയിനിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്താത്തതാണ് ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാത്തതിന്റെ പിന്നിലുള്ള ഒരു കാര്യം. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് നല്ലതാണ്. പഠിക്കുന്ന കുട്ടികൾ ഉന്മേഷത്തോടെ ഉണർവോടെ പഠിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പൊ ടെൻഷൻ അകറ്റാനും സ്ട്രെസ് അകറ്റാനും കൂടി സഹായിക്കുന്ന ഒന്നാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ മാത്രമല്ല കേട്ടോ, അങ്ങനത്തെ ഗുണങ്ങൾ കൂടി ഇതിനുണ്ട്. നമ്മൾ 1 ടീസ്പൂൺ അളവിലാണ് നമ്മൾ ഡെയിലി കഴിക്കേണ്ടത്. 1 ടീസ്പൂൺ. അപ്പൊ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാങ്ങാനായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ 6 മാസമായി ബ്രെയിൻ ടോണിക് ഉപയോഗിക്കുന്നുണ്ട്. അതെനിക്ക് കുടിക്കാനായിട്ട് വളരെ ഇഷ്ടമാണ്. ഇപ്പോഴാകെ ഒരു 6 ബോട്ടിലെങ്കിലും ഞാൻ കുടിച്ചിട്ടുണ്ട്. നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടെൻഷനും ഒക്കെ വളരെ കുറയുന്നുണ്ട്. ഞാൻ ഓർമ്മക്കുറവുള്ള ആളാണ്, പക്ഷേ അത് കൂടുന്നില്ല, കുറഞ്ഞു വരുന്നതേ ഉള്ളൂ അല്പമെങ്കിലും.
അപ്പോൾ ഞാനിത് കുറച്ചൊരു 9 മാസത്തോളമായിട്ട് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അകറ്റി കുറേ കൂടി കൂളായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്നിച്ച് എനിക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ അയച്ചു തരുന്നതാണ്.